ഞാൻ ട്രാൻസ്മെൻ ആണോ അതുവരെ ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്മെൻ ആണോ, പിന്നെ ട്രാൻസ്മെൻ ആയാലും എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ ഒരു വാക്ക് തന്നെ കുണ്ടന്മാര് അങ്ങനത്തെ ആ വാക്കുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെ ബെഡ്റൂമിൽ എന്തൊക്കെയാ അതിനെ കുറിച്ചാണ് ചർച്ച, അതവർക്ക് അറിയാനുള്ളത്. ഇതിന് മാരേജിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യാൻ? അല്ല, മാരേജിന് വേണ്ടിയിട്ടല്ല, പെണ്ണാവണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ആളുടെ കല്യാണം കഴിക്കാനും കൂടിയാണ് ഒന്നും കൂടെ ചെയ്യാൻ താല്പര്യം വന്നത്. ഗുരുവായൂർ വെച്ച് കല്യാണം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ഇത് കഴിഞ്ഞു, നിങ്ങളുടെ ആണ് ഫസ്റ്റ് മാരേജ് എന്നുള്ളതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതൊരു മീഡിയാസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിന്നിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു ഇത്. ഞങ്ങൾ കുറ്റക്കാര് പോലെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ സംഭവം ആരെങ്കിലും പറഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പെണ്ണാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ ആളിനോടുള്ള ഇഷ്ടവും. അതുകൊണ്ട് പേടിയുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്? ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ വീട്ടുകാരോട് പറയാതെ പോയി ചെയ്തത്. മുന്നുള്ള ആള് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഉപദ്രവകാരിയായിരുന്നു. അപ്പൊ അത് ആ ഒരു പേടിയാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്. പെരുന്നാളിനും ചിലപ്പോ ഇനി സ്നേഹിക്കാൻ പോകുന്ന ആളല്ലേ നമ്മൾ ഇനി താക്കാൻ പോകുന്ന ആൾ, അങ്ങനെ ഉണ്ടാവുകൊണ്ട് കുറെ. ഹായ് ഓൾ, ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കപ്പിളാണ്. നമ്മൾ ഒരുപാട് കാലത്ത് പ്രണയത്തിന് ശേഷം ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഒരുപാട് കാലത്തെ പ്രണയത്തിന് ശേഷം ഫൈനലി വിവാഹത്തിലേക്ക് കടന്ന് ഏകദേശം ഒരു 1.5 മാസത്തോളം കഴിഞ്ഞിട്ടുള്ള രണ്ട് കപ്പിൾസിന്റെ പുതിയ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആരാണെന്ന് പരിചയപ്പെടാം. സ്റ്റെല്ല ചേച്ചി, സജിത്തേട്ടന്. ചേച്ചി, ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. 1.5 മാസമായില്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? എങ്ങനെയുണ്ട് പുതിയ കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പുതിയ അനുഭവങ്ങളാണ് നമുക്ക് ഫാമിലി ആയിട്ടും. പിന്നെ അത് മാത്രല്ല, ഇവൾക്കൊരു പുതിയൊരു അനിയത്തിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷത്തിലും അതിന്റെ ഒരു ചെറിയ തിരക്കിലുമാണ് ഇപ്പൊ. ഇത് ആളുടെ പെങ്ങളുടെ കുട്ടിയാണ്. ഓക്കെ ഓക്കെ. പേരെന്താ? ഓക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട് ലൈഫിലേക്ക് കടന്നു വന്നു? നമ്മൾ ഒരുപാട് പ്രണയത്തിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു മാരേജിലോട്ട് വന്നിട്ടുള്ളത്. 1.5 മാസം കഴിയുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഹാപ്പി ആയിട്ട് പോകണം. ഇതുവരെ ഒറ്റയ്ക്കല്ലേ, ഇപ്പം ഒരാൾ കൂടെ ആയപ്പം പാർട്ട്ണർ ആയപ്പം ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ. പ്രണയവിവാഹമായിരുന്നില്ലേ? എത്ര കാലത്തെ പ്രണയമായിരുന്നു? 9 വർഷത്തെ പ്രണയമായിരുന്നു അല്ലെ? ഓക്കെ, ഫൈൻ ഫൈൻ. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും അറിയാം, ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഫോണിലൂടെയാണ്. എങ്ങനെയാണ് ചേച്ചി ഫസ്റ്റ് പരിചയപ്പെടുന്നതൊക്കെ? ഞാനും പാലക്കാട് പോയപ്പോഴാണ് അവിടെ നിന്നാണ് കാണുന്നത്. അവിടെ വെച്ചിട്ട് കണ്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം കണ്ടപ്പോ പിന്നെ ഞാൻ തന്നെ നമ്പർ ചോദിച്ചു. എന്തെങ്കിലും പ്രോഗ്രാമിന്? ഡാൻസ് പ്രോഗ്രാം. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ഈ ചോദിക്കുന്ന സമയത്ത് യൂഷ്വലി നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ, ഈ നമ്പറൊക്കെ ചോദിക്കുക, ചെന്നൊരു പെൺകുട്ടീന്റെ നമ്പർ ചോദിക്കുക എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ അതൊരു പ്രൊസീഡ് ചെയ്തത് എങ്ങനെയാ? ആക്ച്വലി എന്താ, സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാത്രല്ല, അന്ന് ഞാന് മെന്നിന്റെ ഒരു ഇതിലായിരുന്നു. പക്ഷെ എന്നിലൊരു സ്ട്രൈനത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് പിന്നെ ആള് നമ്പർ ചോദിച്ചു. പിന്നെ ഞങ്ങള് എന്റെ കാര്യങ്ങൾ ഞാൻ ഫുൾ തുറന്നു പറഞ്ഞു, ആളുടെ കാര്യം പിന്നെ തുറന്നു പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് സർജറിയെ കുറിച്ചൊന്നും എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ആൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ അതൊന്നും അറിയാതെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ ഒരു സ്പാർക്കിന്റെ പുറത്ത് ചെന്ന് നമ്പർ ചോദിച്ചതായിരുന്നു. അന്ന് ആ സമയത്ത് തന്നെ കണ്ടപ്പോ എന്തോ ഒരു ഇഷ്ടം തോന്നി. അതിപ്പോ ഇങ്ങനെ കല്യാണം കഴിക്കുന്നോ ഇവിടെ എത്തുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്പർ മേടിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചു. പിന്നെ ഇങ്ങനെ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ വിളിച്ചു പിന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴും വിളിക്കുന്ന സമയത്തൊന്നും ഇഷ്ടം ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്ക് നമുക്ക് എങ്ങനെ പറയണമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ കുറച്ചു കാലം ഒരു 4-5 മാസത്തിന്റെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിച്ച് ഞാൻ തന്നെ പറഞ്ഞത് എനിക്കിഷ്ടമാണ്. പിന്നെ ആള് ഇതേപോലെ നോക്കട്ടെ, ഞാൻ ഏതായാലും ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്, പച്ചവെള്ളം കണ്ടാൽ പേടിക്കും, എനിക്ക് ഒന്നും കൂടി ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ ആള് പറഞ്ഞു എന്റെ സ്വഭാവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത്. 1.5 വർഷം ഫോണിൽ തന്നെയായിരുന്നു. 1.5 വർഷം ഫോണിൽ തന്നെയായിരുന്നു കൺവെർസേഷൻസ് ഒക്കെ അല്ലെ? ഫസ്റ്റ് കണ്ട സമയത്ത് നമ്പർ ചോദിച്ച സമയത്ത് എന്തിനാ നമ്പർ ചോദിക്കുന്നത് അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ അടിച്ചു? ഞാൻ ചിലപ്പോ ഇവര് പ്രോഗ്രാമിന്റെ ആൾക്കാരെ പ്രോഗ്രാമിന്റെ ബേസിൽ വാങ്ങിയതായിരിക്കും വിചാരിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ ഞാൻ ഫസ്റ്റ് എന്നെ കൊടുത്തത് വന്നിട്ട് ഞാൻ പ്രോഗ്രാമിനൊക്കെ കൊടുക്കുന്ന നമ്പർ എന്റെ പേഴ്സണൽ നമ്പർ ആയിരുന്നില്ല. പിന്നെ ആളുടെ സംസാരം കണ്ട ആള് നല്ലൊരു ക്യാരക്ടറാണെന്ന് മനസ്സിലായ ശേഷമാണ് എന്റെ നമ്പർ കൊടുത്തത്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഈ നമ്പർ കൊടുത്ത സമയത്ത് ഇങ്ങനെ ഒരു കോള് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്? വിളിക്കും അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിന്നിരുന്നോ? ഇല്ല,
വിളിക്കുന്നത് എക്സ്പെക്ട് ചെയ്യും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇതിലായിരുന്നു. ഫസ്റ്റ് കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു ആക്ച്വലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ആള് പരിചയപ്പെടാൻ വേണ്ടിട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് നന്നായി പരിചയപ്പെട്ടതിന് ശേഷം ആള് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഇഷ്ടം എന്നുള്ളൊരു കാര്യം മൈൻഡ് വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സംസാരങ്ങൾ? ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് എങ്ങനത്തെ ഇഷ്ടം പറയാൻ പറ്റുമോ എന്താവുന്നൊന്നും അറിയില്ല. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെ? ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ചേച്ചിയുടെ ഒരു ഇത് എന്തായിരുന്നു, റെസ്പോൺസ് എന്തായിരുന്നു? എനിക്ക് ആദ്യം എന്താ പറയാ, അത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വെറുതെ പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ആള് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും തോന്നി ജെന്യൂൻ ആണെന്നുള്ളത്. എന്താ പറഞ്ഞ ആക്ച്വലി എനിക്ക് തന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമാണ്? കല്യാണത്തിന്റെ കാര്യം അപ്പോഴും അറിയില്ലല്ലോ, സർജറി ഒന്നും നമുക്ക് അറിയില്ല, ഇങ്ങനെ എന്താന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഇഷ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ ഓരോരുത്തരുടെ സർജറി കഴിഞ്ഞ ആൾക്കാരുണ്ട്, സൂര്യ അവര് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഞങ്ങൾ അറിയണത് സർജറിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ എങ്ങനെയായി ഇവിടെ വരെ എത്തി. പരിചയപ്പെട്ട സമയത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണോ ഒരു ഇഷ്ടം ഡെവലപ്പ് ആയി വരുന്നത്? ആള് എന്റെ കാര്യം ആളുടെ കാര്യമൊക്കെ തുറന്ന് പറഞ്ഞ് പിന്നെ എല്ലാം അറിയാം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം. അങ്ങനെ ഓക്കെ. ആ സമയത്തെ ബ്രേക്കപ്പ് എന്തോ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു അല്ലെ? ചേച്ചി ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ഓക്കെ. നമുക്ക് യൂഷ്വലി ബ്രേക്കപ്പ് കഴിഞ്ഞ് വേറൊരു റിലേഷനിലേക്ക് കയറാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പേടിയുണ്ടാവും. എന്നാലും നമുക്ക് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് വേറൊരാൾ അങ്ങനെ ലൈഫിലോട്ട് നമുക്ക് കൂടുതലായിട്ട് സംസാരിച്ച് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് റിലേറ്റ് ആയി പോകും. അങ്ങനെ ആയിരുന്നു ആക്ച്വലി ഫീലിങ്സ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ആയിരുന്നു? അത് മാത്രമല്ല, മുന്നുള്ള ആള് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഉപദ്രവകാരിയായിരുന്നു. അപ്പൊ അത് ആ ഒരു പേടിയാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്. പെരുന്നാളിന് ചിലപ്പോൾ ഇനി സ്നേഹിക്കാൻ പോകുന്ന ആളല്ലേ നമ്മൾ ഇനി ഇതാക്കാൻ പോകുന്ന ആൾ അങ്ങനെ ഉണ്ടാവുകൊണ്ട് കുറെ അതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായ ആളാവട്ടും അങ്ങനെയല്ലാന്ന്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെല്ലാം തോന്നിയപ്പോ അങ്ങനെ സ്വാഭാവികമായിട്ട് ഓക്കെ ഫൈൻ ഫൈൻ. ഞാൻ യൂട്യൂബിലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം പണ്ട് മുതലേ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് ട്രിപ്പ് പോകാറുണ്ട്, കുറെ അമ്പലത്തിന്റെ വീഡിയോസ് കാര്യങ്ങൾ, കൈ പിടിച്ചു പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു കൊളക്കടന്ന്, അങ്ങനെയുള്ള കുറെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. എങ്ങനെ അങ്ങനെ അമ്പലങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം പോയിട്ട് ഉണ്ടായിരുന്നത്? ഞങ്ങൾ മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ ഓരോ പുറത്തുള്ള ഓരോ സ്ഥലത്തും, പാലക്കാട് മിക്ക സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ അതിലൂടെ പോയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളായിട്ട് പോകും, അല്ലാതെ ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് അങ്ങനെയും പോവാറുണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത കുറച്ച് റീൽസ് ആണ് അതൊക്കെ. ഫസ്റ്റ് ടൈമില് എനിക്ക് തോന്നുന്നു ചേച്ചി സജിത്തേട്ടനാണെന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ലൈക് ജസ്റ്റ് കൈയിന്റെ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഞങ്ങൾ തുടക്കം തൊട്ടേ ആള് അങ്ങനെയാണ് ആളുടെ നാട്ടിലൊക്കെ അറിഞ്ഞത്. ടിക്ടോക്ക് മുതലേ, ടിക്ടോക്കിന്റെ ആ സമയം മുതലേ ഞങ്ങൾ വീഡിയോസ് ഞങ്ങൾ ഫേസ് കാണിച്ചിട്ട് ഞാൻ രണ്ടുപേരും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആളുടെ നാട്ടിൽ അറിഞ്ഞത്, ഇവിടെയൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ട് പാലക്കാട് എന്നുള്ളത്. ആളുടെ അവിടെ അറിഞ്ഞത് ഇത് കാരണം, ഇങ്ങനെ വീഡിയോസ് കാരണമാണ്. അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ നാട്ടില് ചോദിക്കണ്ടാവല്ലോ, എടാ അതാരാ കുട്ടി ഏതാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കണ്ടാവല്ലോ. ഞാന് കൊട്ടാൻ പോവാറുണ്ടായിരുന്നു. ആ സമയത്ത് ആണ് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ ആവുമ്പോ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അപ്പത്തെ അവർക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്നോ ഒന്നും അറിയുന്നില്ല. പിന്നെ ഞങ്ങള് റീൽസ് കാണുക, അങ്ങനെ കാണുമ്പോ പിന്നെ ഇടയ്ക്ക് തന്നെ ഇവിടെ കാണൂല, മലപ്പുറത്ത് പാലക്കാട് എത്തുക, അങ്ങനെ അങ്ങനെ എല്ലാവരും അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് അറിയാൻ തുടങ്ങി. ഫസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചില്ലേ ഏതാണോ കുട്ടി, അങ്ങനെയൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, ആരാണ് ഏതാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ സമയത്ത്? പ്രത്യേകിച്ച് ഒന്നും വേണ്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പറയാത്തന്നെ റീൽസ് കാണുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്താണ് ഏതാന്നൊക്കെ. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ആ സമയത്ത് തന്നെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ലേ, ലൈക്ക് ഇത് റിലേഷൻഷിപ്പ് ആണോ എന്താണ് ഇങ്ങനെയുള്ള കേസൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? ആ സമയത്തൊക്കെ ശരിക്കും അവരോടത്ത് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത്? അവരോട് അങ്ങനെ കൂടുതലായിട്ട് എല്ലാവരും ചോദിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രം സപ്പോർട്ട്. സംസാരിച്ച ആൾക്കാരുണ്ട്, അല്ലാതെ സംസാരിച്ച ആൾക്കാരുണ്ട്. കൂടുതലായിട്ടൊന്നും പണ്ടുന്നില്ല, എന്തിനാ ലൈഫ് ഇങ്ങനെ ഇതാക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഭാവി വേണ്ടേ, അങ്ങനെ വീട്ടുകാരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എന്തിനാ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു. അല്ലെ തുടക്കത്തെ കാര്യം പറഞ്ഞത് ആ സമയത്ത്. പിന്നെ വീട്ടുകാരും ഓക്കെ, ഫ്രണ്ട്സ് എല്ലാരും ഓക്കെ, കുടുംബക്കാരൊക്കെ ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങള് ഹാപ്പി, അവര് ഹാപ്പി, എല്ലാരും. ശരിക്കും 9 വർഷം സമയം എടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാരും സമ്മതിക്കുക എന്നുള്ളതിന് ശരിക്കും കല്യാണം നേരത്തെ കഴിയേണ്ടതായിരുന്നു, പക്ഷെ ഫാമിലി രണ്ടുപേരും അംഗീകരിക്കാനുള്ള സമയം എടുക്കണതുകൊണ്ട് ഇത്രയും ഇയർ ആയിരുന്നു.
ഫസ്റ്റ് ടൈം ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ പ്രണയമാണ് കാര്യങ്ങൾ അറിഞ്ഞ സമയത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഉണ്ടായിരുന്നത്? പ്രണയമാണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം അവര് ഫസ്റ്റ് ഒക്കെ ഇതായിരുന്നു, പക്ഷെ അവര് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. പിന്നെയാണ് കുറച്ച് സമയം ആളുടെ വീട്ടിലാണ് കുറച്ചും കൂടി സമയം എടുത്തത്. എന്റെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുത്തു. ഞാൻ വലിയൊരു ഫാമിലിയാണ്, അച്ഛന്റെയും അമ്മേന്റെയും ഒരുപാട് വലിയ ഫാമിലിയാണ്. അതിന്ന് ഇപ്പൊ ഫാമിലിന്ന് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാൻ, ഫാമിലി മെമ്പേഴ്സ് കൂടുതലാണ്. അപ്പൊ അവരൊക്കെ ഇതാക്കി കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുത്തു. അതാണ് ഇത്ര ടൈം എടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. വീട്ടിലായിരിക്കും അച്ഛനും അമ്മയും പിന്നെ അനിയത്തി ഉണ്ട്. അനിയത്തി പിന്നെ പെങ്ങളെ കുട്ടി, പെങ്ങൾക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. പെങ്ങൾ പ്രസവിച്ചിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അളിയനുണ്ട്. അച്ഛൻ പുറത്തു പോയതാണ്. അച്ഛൻ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് മുന്നേ. അച്ഛൻ പറ്റില്ല, പുറത്ത് പണിക്ക് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ശരിക്കും ചേച്ചി ഒക്കെ അനിയത്തിക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫുൾ സപ്പോർട്ടാണ്. അനിയത്തി അളിയന് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അവര് അതായത് എന്റെ വീട്ടുകാരുടെ സപ്പോർട്ടാണ് ഞാൻ കൂടുതലും ആഗ്രഹിച്ചത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. എന്റെ അച്ഛൻ, എന്റെ അമ്മ, അനിയത്തി, അളിയൻ അവരൊക്കെ ഓക്കെ. പിന്നെ എല്ലാവരും ബാക്കിയുള്ളവർക്ക്. പിന്നെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ എന്താ വെച്ചാല് അവന്റെ വീട്ടുകാര് ഓക്കെ പറഞ്ഞല്ലോ, പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും എതിർക്കേണ്ട ആവശ്യമില്ല. അവരും ഇതേപോലെ തന്നെ വീട്ടുകാർ ഓക്കെയാണ്. കോണ്ടാക്ട് വർക്ക്. ഇപ്പൊ കുട്ടുന്ന ചേച്ചി നേരത്തെ പറഞ്ഞ പ്രോഗ്രാം പോകുന്നല്ലേ, അങ്ങനെ പ്രോഗ്രാമിന് പോകുന്ന സമയത്താണോ ശരിക്കും പാലക്കാട് നിന്ന് പരിചയപ്പെട്ടത്? ചേട്ടനും പ്രോഗ്രാമിന് വന്നപ്പോഴാണല്ലേ? ഓക്കെ ഫൈൻ. ഞാൻ വിചാരിച്ച ചേച്ചിയുടെ പ്രോഗ്രാം കാണാൻ വന്ന സമയത്ത് അങ്ങനെ പ്രോഗ്രാം പാലക്കാട് ഉണ്ടായിരുന്നു, അങ്ങനെ പരിചയപ്പെട്ടാണല്ലേ? ഓക്കെ, ശരി. ഇപ്പൊ ഈ ഒരു 9 വർഷത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ അയ്യോ ഇതൊന്നും വേണ്ട എന്നുള്ളൊരു ഇതിലൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പം ഇവര് ഫാമിലീസ് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വേണോ എന്നുള്ളൊരു രീതിയിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ചേച്ചിക്ക് എന്താ ശരിക്കും അതിനോട് എങ്ങനെയാ? വേണ്ട തോന്നിയിട്ടില്ല. രണ്ടുപേരുടെയും ഫാമിലിന്റെയും ഇത് അക്സെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി കല്യാണം. വെറുതെ എല്ലാവരെയും വെറുപ്പിക്കേണ്ട ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ആളപ്പോഴും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് തനിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അത് ഇവന്റെ ഫാമിലിനെ ഒറ്റപ്പെടുത്തുന്ന പോലെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാറി അതിനൊരു ഇതില്ലല്ലോ നമുക്ക്, ശരിക്കും സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പിന്നെ ആളും പറഞ്ഞു ഞാൻ വീട്ടുകാരെ സമ്മതിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും തീർത്ത് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് ഇരിക്കണം അവിടെ വന്നിട്ട്, അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് എന്തോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി മുന്നേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ആ സമയത്ത് വന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? അവർക്ക് പ്രണയമാണെന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു. എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെ വന്ന് സ്റ്റേ ചെയ്തായിരുന്നു അല്ലെ? ഓക്കെ. ആ സമയത്ത് ചേച്ചി ഇവിടെ വന്ന സമയത്ത് സംസാരിക്കണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നല്ലേ? എന്ന് വെച്ചാൽ വീട്ടിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള സമയത്ത് സംസാരിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരു കളിയാട്ട മഹോത്സവം ഉണ്ട്. അപ്പൊ അതിന്റെ തലേ ദിവസം ഇവിടെ കുതിരയേറ്റൊക്കെ നടക്കും. അപ്പൊ ആ സമയത്ത് ഇവരെ അറിയാം. ഞങ്ങള് കൊട്ടാൻ പോകുമ്പോ ഇവരെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് ആൾക്കാര് പരിപാടിക്ക് വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ വിംഗിളായിട്ട് തന്നെ പോവാറ്. അപ്പൊ ആ ഒരു രീതിയിൽ വിളിച്ചപ്പോ ഇവരെല്ലാരും അങ്ങനെ വന്ന് താമസിച്ചതാണല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ ആ സമയത്ത് അച്ഛനും അമ്മയ്ക്കൊന്നും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നല്ലേ ഇത് പ്രണയമാണോ? ആ സമയത്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ അറിയാൻ തുടങ്ങി. ഞാൻ പിന്നെ പാലക്കാട് പോവാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ എന്തിനാ പോണു, അൺസീസൺ പരിപാടി ഇല്ലാത്ത സമയത്ത് പോകുന്നുണ്ട്, എന്തിനാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങളായി. പിന്നെ അറിയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വെള്ളപ്പൊക്കത്തില് തിരിച്ചു വരുമ്പോ വെള്ളപ്പൊക്കം ആള് കുടുങ്ങി, പാലക്കാട് കുടുങ്ങി. അങ്ങനെ ഒരു പ്രളയത്തിന്റെ സമയം ഒന്നുണ്ടായിരുന്നു. മണ്ണാർക്കാട് വഴി വരാൻ പറ്റുന്നില്ല, പെരിന്തൽമണ്ണ അതിലും വരാൻ പറ്റില്ല, ഇതിലെ ഒറ്റപ്പാലം വഴി വരാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം നമ്മളെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു, ഒരാഴ്ചേൻ്റെ അടുത്ത്. അപ്പൊ ആ സമയത്ത് ഇവിടെ വീട്ടിൽ ഒരാഴ്ചേൻ്റെ അടുത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാരൊക്കെ ഓക്കെ. അച്ഛനുണ്ടായിരുന്നു, ചേച്ചി, ഏട്ടൻ, 2 ചേച്ചിമാരുണ്ട്. ഒരു ചേച്ചി കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്താണ്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്രയും ദിവസം നിൽക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ചോദിക്കും. അമ്മ എല്ലാവരും വിചാരിച്ച ഫ്രണ്ട്സാണ് വിചാരിച്ചത്. പിന്നെ ഒരു സർജറി ഒക്കെ ആയപ്പോഴാണ്, നമ്മളെ സർജറി കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായത്. ചേച്ചിക്ക് അതിന് മുന്നേ മനസ്സിലായിട്ടുണ്ടോ എനിക്കത് മനസ്സിലായിട്ടുണ്ടോ? കാരണം മലപ്പുറത്തുനിന്ന് ഒരു ചെക്കൻ പാലക്കാട് വന്ന് നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവല്ലോ. അങ്ങനെ മനസ്സിലാക്കി എടുത്തു. ചേച്ചി ഫസ്റ്റ് മനസ്സിലായ സമയത്ത് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്ത്? ചേച്ചിന്റെ അടുത്ത് എന്താ പറഞ്ഞു? എന്റെ ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത് എന്റെ ലവറാണല്ലേ. ചേച്ചി പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞു നല്ല ചെക്കനാണ്
ആ അപ്പൊ എന്റെ ചോദിച്ചു ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമൊക്കെ ഉണ്ട്, അത് വെറുതെ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എല്ലാം സിൻസിയർ ആണെന്ന്. സിൻസിയർ ആണെന്ന് പറഞ്ഞു, കല്യാണത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു. അതിനുശേഷമായിരുന്നു സർജറിയുടെ കാര്യങ്ങളൊക്കെ ഇതായി. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയാ ചേട്ടനായിരുന്നു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നേ? ആ ക്യാഷിനൊക്കെ ആളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട്സും അങ്ങനെ. ഓക്കെ, ഫ്രണ്ട്സ് ആയിരുന്നു ആ സമയത്ത് കൂടെ? ചേട്ടൻ ഉണ്ടായിരുന്നു സർജറിയുടെ ടൈമിൽ കൂടെ ഉണ്ടായിരുന്നു? അവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ആണുങ്ങൾക്ക് പോയി നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവരെന്തെങ്കിലും ദൂരെയായിരുന്നു ജോലി. ഞാൻ ദൂരത്തേനും ഇവിടെ അല്ലായിരുന്നു, ഞാൻ കർണാടകയിലായിരുന്നു എനിക്ക് ആ സമയത്ത്. പിന്നെ ഇവരെ കൂടെ ഞാൻ നിന്നിട്ടും കാര്യമില്ല, ഹോസ്പിറ്റലിന് പുറത്ത് നിൽക്കാന്നല്ലാതെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവരെ ഫ്രണ്ട്സോ ഓരൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നപ്പം ഞാൻ പോയി വന്ന് കണ്ടു. ആ സമയത്ത് പോയി വന്നു. ഇതിന് മാരേജിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യാൻ? അല്ല, മാരേജിന് വേണ്ടിയിട്ടല്ല, പെണ്ണാവണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ആളുടെ കല്യാണം കഴിക്കാനും കൂടിയാണ് ഒന്നും കൂടെ അത് ചെയ്യാൻ താല്പര്യം വന്നത്. ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ അത്ര നമുക്ക് സന്തോഷമായിരുന്നു. പെണ്ണാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ ആളിനോടുള്ള ഇഷ്ടവും. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പേടിയുണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്? പേടിയില്ല, ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ വീട്ടുകാരോട് പറയാതെ പോയി ചെയ്തത്. വീട്ടിൽ നിന്ന് എന്താ റെസ്പോണ്ട് ചെയ്ത്? ഇങ്ങനെ അറിഞ്ഞ കരഞ്ഞു, അവര് അമ്മയൊക്കെ കരഞ്ഞു, അച്ഛനൊക്കെ. അത് എന്നെ എന്റെ സർജറി കഴിഞ്ഞൊരു 1.5 വർഷം 2 വർഷം ആകുമ്പോഴേക്കും അച്ഛനും മരിച്ചു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോ ചേച്ചിയും മരിച്ചു. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിക്ക് ഒരു ഓട്ടിസം ബാധിച്ചു, ചെറുപ്പം മുതലേ ഓട്ടിസമാണ്. അപ്പൊ അവൾക്ക് ഹാർട്ടിന് കംപ്ലൈന്റാ, അച്ഛന് അറ്റാക്കുക. അച്ഛൻ മരിച്ചു 3 മാസം കഴിഞ്ഞ് ചേച്ചി മരിച്ചു. അപ്പൊ അത് അല്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിയേണ്ടതായിരുന്നു. അപ്പോഴൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം അല്ലേ, 1.25 വർഷം, ഒരു വർഷം 2 മാസം കഴിഞ്ഞിട്ട് ആണ് കല്യാണം കഴിഞ്ഞത്. കഴിഞ്ഞ ജൂൺ 25 ഒരു വർഷം അതിന് ശേഷം ആഗസ്റ്റ് 18 കല്യാണം. എൻഗേജ്മെന്റ് ആയിട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു? അതെങ്ങനെയാ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ നടത്താമെന്നുള്ള വീട്ടിൽ നിന്ന് വന്ന? അത് എന്റെ അച്ഛൻ പറഞ്ഞതാണ്. കാരണം എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. ഞാൻ പാലക്കാട് പോണു, ഞങ്ങൾ തമ്മിൽ കാണുന്നു, അവരെ വീട്ടിൽ പോകണു ഒക്കെ ഓക്കെ. പക്ഷെ എന്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. അത് ഫോൺ ചെയ്യുമ്പോൾ ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ വല്ല ഫോട്ടോസോ വീഡിയോസോ കാണിച്ചു കൊടുക്കുന്ന കാണുക എന്നല്ലാതെ അവിടെ ആർക്കും അറിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു എന്തായാലും കല്യാണം നടത്തണമെങ്കിൽ നിശ്ചയം നടത്തണം. അപ്പം നമ്മൾ അവിടെ പോയിട്ട് റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞപ്പോൾ ഓക്കെ. ഇവിടുന്ന് ഒരു വണ്ടിക്ക് ആൾക്കാർ പോയി. അമ്മ വന്നിട്ടില്ല, അമ്മയ്ക്ക് ലോങ് പോകാൻ പറ്റില്ല, ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് ഇല്ല. പെങ്ങള്, അളിയൻ, കുട്ടി, എന്റെ മാമൻ, ചെറിയച്ഛൻ, അങ്ങനെ ഒരു വണ്ടിക്ക് ആൾക്കാർ ഞങ്ങൾ ഇവിടുന്ന് പോയി. ഇവരെ വീട്ടിലുണ്ടായിരുന്നു 10-50 ആൾക്കാർ വേറെ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവര് അവിടുന്ന് ഒരു വണ്ടിക്ക് ആൾക്കാർ ഇങ്ങോട്ട് പോകും, ട്രാവലറിന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ മാരേജ് ഗുരുവായൂർ വെച്ചിട്ടല്ലേ നടന്നിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഗുരുവായൂരിൽ വെച്ച് നടത്താമെന്നത് ശരിക്കും ആരുടെ ഡിസിഷൻ ആയിരുന്നു? അത് ഞങ്ങൾ തീരുമാനിച്ചാണ് ഗുരുവായൂർ വെച്ച് നടത്താന്ന്. കുറെ മുന്നേ തീരുമാനിച്ചാണ് ഗുരുവായൂർ വെച്ച് നടത്താന്ന്. അത് കഴിഞ്ഞിട്ട് അമ്മയും എന്റെ ചേച്ചിയും കൂടി ഞങ്ങളുടെ ജാതകം പോയി നോക്കിയപ്പോഴും അവര് പറഞ്ഞത് ഗുരുവായൂർ വെച്ച് നടക്കുക എന്നാ അവര് പറഞ്ഞത്. അമ്മയും ചേച്ചി പറയുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറഞ്ഞു നടക്കുള്ളൂ. അപ്പൊ കൂടെ ആയപ്പോ വിശ്വാസമായി അവിടെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് അവിടെ ചെന്ന് ചോദിച്ച സമയത്ത് അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവര് കുഴപ്പമൊന്നുമില്ല, കല്യാണം നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് താലി കിട്ടുന്ന സമയത്ത് ചേച്ചി ഭയങ്കരമായിട്ട് തേങ്ങി കരയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ശരിക്കും ആ ഒരു സമയത്ത് മൈൻഡിൽ? അപ്പൊ കൊറേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫ്ലാഷസ് വരും, പഴയതും പിന്നെ പുതിയതുമായിട്ടുള്ളതൊക്കെ ആയിട്ട്. പിന്നെ അങ്ങോട്ട് എങ്ങനെ അതൊക്കെ ആ ഒരു സങ്കടമൊക്കെ ആയിരുന്നു. കുറേ സ്ട്രഗിൾ, ഇതിന്റെ പിന്നാലെ കുറേ വേദനകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ കരച്ചിൽ വന്നു. കരച്ചിലൊന്നും വന്നിട്ടില്ല, നമ്മള് പുതിയ ജീവിതത്തേക്ക് കിടക്കല്ലേ, കരയേണ്ട ആവശ്യമില്ലല്ലോ, സന്തോഷിക്കല്ല വേണ്ടത്. ഫസ്റ്റത്തെ മണ്ഡപത്തിൽ വെച്ചിട്ട് ശരിക്കും ഭയങ്കര ഒരു ഭാഗ്യമാണ് ആ ഒരു മണ്ഡപത്തിൽ വെച്ച് തന്നെ നടത്താന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് നിങ്ങളെ വീട്ടിലിപ്പം ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താം എന്നുള്ളത് അവതരിപ്പിച്ച സമയത്ത് വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നല്ല കുഴപ്പമില്ല, അവിടെ നിന്ന് നടത്താം. പിന്നെ എന്താ വെച്ചാല് എന്റെ പെങ്ങൾക്ക് വയറ്റുള്ള സമയമായിരുന്നു. അപ്പൊ അവൾക്ക് ഞങ്ങളെ കല്യാണം അടുപ്പിച്ച് 8-ാം മാസം ഒക്കെ ആയി. നമ്മളെ ഹിന്ദുക്കളെല്ലാം അറിയാലോ, വയറ്റിലുണ്ടെങ്കിലൊക്കെ മുട്ടാണ്, അമ്പലത്തിൽ പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ. അതുകൊണ്ട് അവൾക്ക് കൂടാൻ പറ്റിയിട്ടില്ല. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു, വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഏട്ടനല്ലേ ഉള്ളൂ, കല്യാണത്തിന് കൂടാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം അതുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 800-900 ആൾക്കാരെ പരിപാടി. കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ അന്ന് പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ.
അപ്പൊ ആ സമയത്ത് ഇപ്പൊ പെങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ മാരേജിന്. അപ്പം താലിയൊക്കെ ഇങ്ങനെ ആരാ കെട്ടിയിട്ടുണ്ടായിരുന്നു? നമ്മൾ കെട്ടുന്ന സമയത്ത് ബാക്കിൽ നിന്ന് പെങ്ങന്മാർക്ക് എന്തൊക്കെയോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇല്ല, ഇത് ഇവരുടെ വന്നിട്ട് ചെയിനാണ് കെട്ടുക, താലി കെട്ടല്ല. ചെയിനാണ് ചരടിലൊന്നും താലി വേറെ സെപ്പറേറ്റ് കെട്ടുക അങ്ങനെയൊന്നുമില്ല. പാലക്കാട് പക്ഷെ ചരടിലാണ്, പക്ഷെ ഇവന്റെ ഇവിടെ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല, ആൾക്ക് തന്നെ ഇങ്ങനെ ഇടേണ്ട ആവശ്യം. പിന്നെ ആ സമയത്ത് അന്ന് നല്ല തിരക്കായിരുന്നു കല്യാണത്തിന്റെ സമയത്ത്. 200 സംതിങ് കല്യാണം ഉണ്ടായിരുന്നു അന്ന് കല്യാണത്തിന്റെ അന്ന്. കാരണം അത് കല്യാണ സീസൺ തുടങ്ങുന്ന ഫസ്റ്റ് മുഹൂർത്ത. ചിങ്ങ 2-ാം തീയതി ആയിരുന്നു കല്യാണം. പിന്നെ അന്ന് കുറെ ഇതൊന്നും ഇല്ലാതെ കല്യാണം നടക്കാത്ത സമയമല്ലേ, അതായത് ഇതില്ല മുഹൂർത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അന്ന് നല്ല തിരക്കായിരുന്നു അവിടെ. കുറച്ച് ആൾക്കാർക്ക് ഫസ്റ്റ് മുഹൂർത്തം അല്ലേ ചിങ്ങമാസം, ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മണ്ഡപത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ ഓരോ പേരായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുത്തി കയറി അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. പിന്നെ അങ്ങനെ അവര് മണ്ഡപത്തിലേക്ക് കാണിച്ചു തന്നു, അങ്ങനെ അങ്ങോട്ട് പോയി. ഓക്കെ, അന്ന് മാരേജ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കപ്പിൾസ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് താലിയായിട്ടൊക്കെ കഴിഞ്ഞിട്ട് കണ്ണന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും എന്തായിരുന്നു ഫീല്? അതായത് ഇനിയുള്ള ജീവിതത്തിൽ അതായത് സങ്കടങ്ങളോ കാര്യങ്ങളോ കഷ്ടപ്പാടോ ഇല്ലാതെ നല്ല രീതിയിൽ എന്റെ മരണം വരെ കൂടെ ഉണ്ടാവണം, വിട്ടുപോകരുത്, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാണ്. ചേച്ചി എന്താ പ്രാർത്ഥിച്ചത്? ഇതന്നെ സെയിം, അത് തന്നെയാണ്. കാരണം എനിക്ക് മാത്രമല്ല, അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ കറക്റ്റ് ആയിട്ട് എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റി. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയത് എനിക്ക് കാണാൻ പറ്റി. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തോന്നി. കറക്റ്റ് ആയിട്ട് കൃഷ്ണനെ, അല്ലെങ്കിൽ നമുക്ക് എത്ര നമ്മൾ എത്തി നോക്കിയാലും ആൾക്കാരുടെ തിരക്കാരനും ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ അത് എനിക്ക് അന്ന് കറക്റ്റായിട്ട് കാണാനും പറ്റി, നന്നായി തൊഴുതാനും പറ്റി. ഇതന്നെയാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അതെ അതെ, അവസാനം വരെ കൂടെ ഉണ്ടാവണം. ഗുരുവായൂർ വെച്ച് കല്യാണം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ഇത് കഴിഞ്ഞു, നിങ്ങളുടെയാണ് ഫസ്റ്റ് മാരേജ് എന്നുള്ളതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചില വീഡിയോസും കാര്യങ്ങളും അതുപോലെ മെസ്സേജ് അയക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ അല്ല ഫസ്റ്റ് മാരേജ്, വേറൊരു കപ്പിളിന്റെ ആയിരുന്നു ഫസ്റ്റ് മാരേജ് വന്നിട്ട് നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഇന്റർവ്യൂസ് കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എന്താ സംഭവം? അത് അവരുടെ കല്യാണം നടന്നു എന്നാണ് അങ്ങനെ തന്നെ ആയിരിക്കും, സത്യം അത് തന്നെ ആയിരിക്കും. പക്ഷെ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഞങ്ങളിതൊരു മീഡിയാസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിന്നിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മീഡിയാസ് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഇവിടെ കല്യാണം കഴിഞ്ഞ കപ്പിൾ ആദ്യത്തെ നിങ്ങളുടെ ആണല്ലോ എന്ന് അവർ ഞങ്ങളോട് ചോദിച്ചത്. അപ്പൊ ഞങ്ങളാണോ എങ്കിലും ഞങ്ങളുടെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ, അല്ലാതെ ഞങ്ങളുടെ ആണോ പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെയും പോയി പറഞ്ഞിട്ടില്ല, ഏത് മീഡിയാസിലും ഞങ്ങൾ പോയിട്ടില്ല. മാത്രമല്ല കല്യാണം കഴിഞ്ഞ് കുറേ ഇന്റർവ്യൂസുകൾ കഴിഞ്ഞ ശേഷമാണ് അവര് ഓൺ വോയിസ് എന്തോ ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ചു, ഡയറക്റ്റ് വിളിച്ചു, എന്റെ അടുത്ത് നമ്പർ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിറ്റേസ് എന്നെ വിളിച്ച് ആശീർവദിച്ചതാണ് അവര്, നന്നായിരിക്കും, നന്നായിട്ട് പോവാ. അപ്പൊ ഞാൻ മമ്മീനെ വിളിക്കും. അപ്പൊ മമ്മി താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്താ. പിന്നെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് തെറ്റാണ്, എന്റെയാണ് കല്യാണം കഴിഞ്ഞ് പറഞ്ഞപ്പോ അത് എനിക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് അറിയില്ലായിരുന്നു. അറിയണമെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പറയില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്ത് മീഡിയാസ് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയാം അല്ല ഞങ്ങളുടെ അല്ല, വേറൊരു വ്യക്തിന്റെയാണ്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ, അങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു ഇത്. ഞങ്ങൾ കുറ്റക്കാര് പോലെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ സംഭവം ആരെങ്കിലും പറഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയിട്ട് നമുക്ക് അവാർഡ് കിട്ടില്ലല്ലോ. നമ്മള് കല്യാണം കഴിക്കുന്നത് ഫസ്റ്റിനും സെക്കൻഡിനും വേണ്ടിട്ടല്ലോ, ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. ഇപ്പൊ ഫസ്റ്റ് ഇങ്ങനെ വന്ന സമയത്ത് ഇപ്പൊ ഓൾറെഡി ആള് വിളിച്ചു ആശീർവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ എല്ലാ ഫസ്റ്റ് മാരേജ് എന്നുള്ളൊരു ഇതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര ഒരു പബ്ലിസിറ്റി കാര്യത്തിലേക്കൊക്കെ പോയല്ലോ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മേ ബി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, ലൈക്ക് എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അവര് അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല, മീഡിയസിന് കാണിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ അന്ന് കൊറോണ ടൈം ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്, ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞത് കൊറോണ ടൈം ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോഴും വാട്സപ്പിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, താല്പര്യമില്ലായിരുന്നു. പിന്നെ അന്ന് കൊറോണ സമയമായതുകൊണ്ട് മീഡിയാസിനൊന്നും അറിയിക്കാൻ പറ്റി. മീഡിയാസിനെ എങ്ങനെ വേണമെങ്കിൽ അറിയിക്കാമല്ലോ, വീഡിയോ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിലും കാണിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതിന്റെ കഴിഞ്ഞു. പിന്നെ ഇതിന് മുന്നും എത്ര പേര് കഴിഞ്ഞു നമുക്ക് അറിയില്ല. ഇത് ഞങ്ങളോടത്ത് മീഡിയാസ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അല്ലേ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതെ ഞങ്ങളുടെയാണ് കഴിഞ്ഞു തോന്നുന്നു, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അതിന് മുന്നേ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മള് കണ്ടതാണെങ്കിൽ നമുക്ക് ചോദിച്ചെങ്കിലും, അപ്പൊ ഇതിപ്പോ ഗുരുവായൂരിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇത് പറയും, അതാണ് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ബാഡ് കമന്റുകളൊക്കെ വരുന്നതും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ബ്ലോക്ക് ചെയ്യിപ്പിക്കാണ്, ഓരോ പോസ്റ്റ് ഇടിപ്പിക്കാണ്. നമുക്ക് അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങള്
ബാഡ് കമന്റുകൾ ഇടുക. ബാഡ് കമന്റ് മീൻസ് അവരിനെ ഇതാക്കിയിട്ടും ബാഡ് കമന്റ് വേറെ ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് അവർക്കെതിരെ ബാഡ് കമന്റ് ഇടുക. അതിന്റെ ആവശ്യം നമുക്കൊരു കല്യാണം കഴിഞ്ഞ അതിൻ്റെതായ തിരക്കും ആ തിരക്കിൽ ആ ടെൻഷനിൽ ഞങ്ങൾ നിൽക്കണം ആ ഒരാഴ്ച. അപ്പൊ ഇതില് ബാഡ് കമന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ സമയം കിട്ടോ? ഇല്ലല്ലോ. ഇത് മേ ബി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്നേന്ന് തോന്നിയിട്ടുണ്ട്. അറിയില്ല അവരിന്റെ എന്താണ് ഉദ്ദേശം നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോ അവർക്ക് അതിന്റെ ഒരു വേദന ഉണ്ടാവാം. ചിലപ്പോ എന്റെ കഴിഞ്ഞുകൊണ്ട് അത് അവരെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ള ആ ഇതും ഉണ്ടാവാം. ചിലപ്പോ എന്താന്നുള്ള നമുക്ക് അവർക്ക് അറിയില്ല. നമുക്ക് അവരോട് ചോദിക്കാനും പറ്റിയിട്ടില്ല. ഇപ്പൊ മാരേജിന് വന്ന സമയത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് ഇത് വീട്ടിലൊക്കെ സമ്മതിച്ചതിന് ശേഷമാണല്ലോ മാരേജും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഓൾറെഡി പറഞ്ഞ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിനോ? എന്റെ വീട്ടിൽ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് മാറി നിന്നു, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഗുരുവായൂർക്ക് കുറച്ച് പേരെ പോയിട്ടുള്ളൂ. ഇവിടുന്ന് ഒരു 3 വണ്ടിക്ക് ആളുണ്ടായിരുന്നു. അത് എന്റെ ഫ്രണ്ട്സ് വേറെ സെപ്പറേറ്റ് ഒരു വണ്ടി എടുത്ത് അവർ വന്നു. പിന്നെ ഞങ്ങൾ 2 വണ്ടിക്ക്, ഫാമിലി 2 വണ്ടിക്ക് അങ്ങനെ പോയി. പിന്നെ ഇവിടെ അനിയത്തിക്ക് വയറ്റിലുള്ള സമയമാണ്, അവിടെ ആള് വേണമല്ലോ. അപ്പൊ അമ്മ വന്നിട്ടില്ല. അല്ല, അമ്മ വന്നു, അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ. ഇവിടെ റിസപ്ഷനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 5 സംതിങ് ആയി. അപ്പൊ തന്നെ ഇവിടെ പരിപാടി തുടങ്ങി, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. 4 മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പരിപാടി. ഫസ്റ്റ് ആയിട്ട് മാരേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പൊ ആളുടെ കൈ പിടിച്ച് വരുമ്പോഴും ഇവിടുന്ന് അമ്മ നിലവിളക്ക് കൈ തരുമ്പോഴൊക്കെ എന്തായിരുന്നു ശരിക്കും ഫീൽ? പുതിയൊരു അനുഭവം അല്ലേ. കല്യാണം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു വേറൊരു വീട്ടിലേക്ക് വരിക. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് ഇനി മുതൽ ഇതാണ് നമ്മുടെ ലൈഫ് എന്നുള്ള ഒരു പുതിയൊരു ഇതായിരുന്നു. പിന്നെ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം കുറെ അറിയാത്ത മോഹങ്ങളായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നി. വിഷമവും അങ്ങനത്തെ സന്തോഷം ഒക്കെ കൂടി കലർന്നിട്ടൊരു ഫീലിങ്സ് ആയിരുന്നു. അങ്ങനെയുള്ള ഫീലിങ്സ് ആയിരുന്നു. ഓക്കെ. ഇപ്പം മാരേജ് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒരുപാട് പേര് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കമന്റ്സിലാണെന്നുണ്ടെങ്കിലും കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നല്ലൊരു കാര്യമായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ആക്സെപ്റ്റൻസിൽ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ചില നെഗറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിന് എന്തിനാണ് ഇങ്ങനെ ഒരു മാരേജ് എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്നാ തോന്നിയത്? ഞങ്ങൾ കമന്റിന് ഓൾറെഡി ആദ്യം ഒരു റീപ്ലൈയും കൊടുക്കാറില്ല. നല്ലത് അത് നമ്മളെ എന്താ പറയാ, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അറിയാം. വീഡിയോസിന് നല്ല കമന്റ്സിന് മാത്രമേ ഞങ്ങൾ റിപ്ലൈ കൊടുക്കുള്ളൂ. നല്ല കമന്റ് വന്നാൽ റിപ്ലൈ കൊടുക്കും. പിന്നെ ഒന്നും മൈൻഡ് ചെയ്യല്ലേ. ഞാൻ നിങ്ങൾക്ക് ആദ്യം പറയുന്നുണ്ട്, നമുക്ക് ഒരാൾക്ക് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ തന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് മൈൻഡ് ചെയ്യാറില്ല. കമന്റ് അയക്കുന്നവരോട് അയക്കട്ടെ. പിന്നെ സങ്കടമായി പോയത് എന്താ വെച്ചാല്, ഒരു പ്രവീൺ അല്ലേ പയ്യന്റെ പേര്, ട്രാൻസ്മാൻ മരിച്ചുപോയ ഒരു പ്രവീൺ വന്ന പയ്യൻ ഉണ്ടായിരുന്നല്ലോ, ആദ്യം കല്യാണം കഴിഞ്ഞത്. അപ്പൊ അവൻ മരിച്ചു അതേപോലെ ഞാൻ മരിക്കുവോ കുറച്ച് കഴിഞ്ഞാലോ, അങ്ങനത്തെ കമന്റ് ഒക്കെ വന്നപ്പോ ഭയങ്കര. പിന്നെ വീട്ടുകാരെ പറ്റി കുറച്ച് 1-2 വാക്കൊക്കെ പറഞ്ഞപ്പോ സങ്കടം വന്നു. വേറൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം സർജറി കഴിഞ്ഞ സമയത്ത് നമ്മളിപ്പം കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ഇതിലോട്ട് വരുമോ? അപ്പൊ ആ സർജറി കഴിയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഇതായി മാറുക, വുമനായി മാറുക എന്നുള്ള ഒരുപാട് പെയിൻ സഹിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും എഫേർട്ടും എടുത്ത് ചെയ്ത് ഇങ്ങനെ ഒരു ഇതിലോട്ട് വന്ന് പലർക്കും സൊസൈറ്റിയിൽ അറിയില്ല എന്താണ് ഇങ്ങനെ ആവാന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് എന്താ, എത്രത്തോളം പെയിൻ എടുത്തിട്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല. നോർമലി സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിന് എന്തായാലും നെഗറ്റീവ്സ് വരും. പക്ഷെ ഇത് അറിയാത്തവർ വരെ ഇതിന് വന്നിട്ട് പല രീതിയിൽ ഇപ്പം നിങ്ങൾ ഇതാകുന്ന രീതിയിൽ ഭയങ്കര മെന്റലി ഇതാക്കുന്ന രീതിയിലൊക്കെ പല കമന്റ്സും വരാറുണ്ട്. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ലൈക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ഈ എന്താ പറയാ, ആ ഒരു വാക്ക് തന്നെ കുണ്ടന്മാര് അങ്ങനത്തെ ആ വാക്കുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ട്രാൻസ്മെൻ ആണോ അതുവരെ ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്മെൻ ആണോ, പിന്നെ ട്രാൻസ്മെൻ ആയാലും എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നാലും അറിയാത്ത കാര്യങ്ങളാണ് അതിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഞങ്ങളെ കുറിച്ച് ഒന്നും പേഴ്സണലി അറിയാത്തവരാണ് വന്നിട്ട് ഫുള്ള് ബാഡ് കമന്റ് ഇടുന്നത്. ഇത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ കുണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അവർ അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ അല്ലേ. ഞങ്ങളിപ്പോ കല്യാണം കഴിച്ചപ്പോ മറ്റുള്ളവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജെൻഡറും അതിന്റെ സെക്സും ഒക്കെ പോയി അന്വേഷിക്കേണ്ട ആവശ്യം പബ്ലിക്കിന് എന്താണ് കൂടുതലായിട്ട് മെസ്സേജ് വരുന്നത്. അതാ ഞങ്ങളെ ബെഡ്റൂമിൽ എന്തൊക്കെയാ അതിനെ കുറിച്ചാണ് ചർച്ച. അതവർക്ക് അറിയാനുള്ള അന്യന്റെ ലൈഫിലേക്ക് എത്തി നോക്കാൻ ആൾക്കാരുടെ ഒരു ടെൻഡൻസി എന്ന് വേണമെങ്കിൽ പറയാം.